എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഫിസിക്സ് എക്സാം എന്ന് പറയുന്നത്? പലരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക? കമൻറ്റിൽ പറയുക. അപ്പോൾ പരീക്ഷ കഴിഞ്ഞു, നമ്മുടെ എല്ലാ പരീക്ഷയും കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് പരീക്ഷ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, ഈ ആൻസർ കീ അപ്ലോഡ് ചെയ്യായിരുന്നു. പക്ഷേ അത് നമ്മൾ ചെയ്യാത്തതാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമ്മളെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് തൊട്ടടുത്ത എക്സാം ആയിരിക്കണം. അല്ലാതെ നമ്മൾ കഴിഞ്ഞു പോയ പരീക്ഷയെ പറ്റി ആലോചിച്ചത് കൊണ്ട് ഇനി ഗുണമൊന്നുമില്ല, അല്ലേ? ഇപ്പോൾ ടേം 1 പരീക്ഷയോ ടേം 2 ആയിരുന്നെങ്കിൽ നമുക്ക് ആ ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട്. കാരണം നമുക്ക് ഫൈനൽ എക്സാമിനെങ്കിലും അത് യൂസ് ആവും. ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞല്ലോ, അപ്പോൾ പിന്നെ എന്തിനാ ഇപ്പോൾ ഒരു ക്ലാസ് ഇങ്ങനെ ഇട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്കല്ല, നിങ്ങളുടെ അടുത്ത വർഷം വരുന്ന ബാച്ചുകാർക്ക് കൂടെ യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് അവരിതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുന്നത്. നല്ലതല്ലേ? കാരണം ഈ ഒരു ചോദ്യപേപ്പർ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡറേറ്റ് ചോദ്യപേപ്പറായിട്ടാണ് തോന്നിയതെങ്കിലും കണ്ടന്റ് കുറച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചൊരു കുട്ടിക്ക് ഇവിടെ ഉത്തരം എഴുതാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണാതെ പഠിച്ചു കൊണ്ടുപോയിട്ട് ഒരു ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ പഠിച്ചൊരു കുട്ടിക്ക് ഇവിടെ ചിലപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. ക്ലാസ് തുടങ്ങിയ കാലത്ത്, അതായത് നമ്മൾ ഈ പറഞ്ഞ വർഷത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് പഠിക്കുമ്പോൾ കണ്ടന്റും കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുക. വെറുതെ എന്ത് ചെയ്യരുത്, കാണാതെ പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. കാണാതെ എന്തെങ്കിലും കുറച്ച് ചോദ്യങ്ങൾ, കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങൾ, വൺ ഷോട്ടുകൾ, മാരത്തോണുകൾ ഇതൊക്കെ കണ്ട് അവസാന നിമിഷം കൊണ്ട് നമുക്ക് ഓടിയെടുക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നായിരിക്കത്തില്ല ഈ വർഷത്തെ ചോദ്യപേപ്പർ എന്ന് മുൻകൂറായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടുത്തെ ചോദ്യപേപ്പർ നോക്കുമ്പോഴും എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. കാരണം കുറച്ച് ലെവൽ ചോദ്യപേപ്പറുകൾ അല്ലെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ചോദ്യപേപ്പർ ആയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ. കുറച്ചുകൂടി ഫിസിക്സ് ഒക്കെ ഒന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് കുട്ടിക്ക് കാര്യം അറിയാമെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ A+ ഒന്നും കിട്ടത്തില്ല, ജയിക്കാൻ പറ്റും, പക്ഷേ A+ ഒക്കെ നേടണമെങ്കിൽ കണ്ടന്റ് ഒക്കെ കുറച്ച് പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അനാലിസിസ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോ ഒന്നാമത്തെ ചോദ്യം നമ്മൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നത് എന്താണ്? വാട്ട് ഡസ് ദ ടേം ഓംസ് ഹീറ്റിംഗ് ഇൻഡിക്കേറ്റ്? അവിടെ പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഹീറ്റിംഗ് ഇൻ എ മൈക്രോവേവ് ഓവൻ, ഹീറ്റിംഗ് ഇൻ ഇൻഡക്ഷൻ കുക്കർ, ജൂൾ ഹീറ്റിംഗ്, ഹീറ്റിംഗ് ത്രൂ റേഡിയേഷൻ. എങ്കിലും നമ്മൾ ജൂൾ ലോ പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ജൂൾ ഹീറ്റിംഗ് എന്ന് പറയുന്ന കാര്യത്തിലോട്ട് എത്താൻ ബുദ്ധിമുട്ടൊന്നും അധികം ഉണ്ടാവത്തില്ല. കാരണം ബാക്കി ഒരിടത്ത് നടക്കുന്ന എന്തല്ല, ഓമിക് ഹീറ്റിംഗ് അല്ല എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യമാണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഇഫ് ദ സ്റ്റെം ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക് ഈസ് പ്ലേസ്ഡ് ഓൺ എ ടേബിൾ ദ സൗണ്ട് ഹിയർ ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കണ്ട ടൈപ്പ് ചോദ്യമാണ്. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിംഗ് ഒബ്ജക്ട് ആൻഡ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്ട് ആർ നോട്ട് ഈക്വൽ, ദ ഒബ്ജക്ട് ആർ സെറ്റ് ടു ബി ഇൻ റെസൊണൻസ്, ദ ഫ്രീക്വൻസി ഓഫ് ദ ഒബ്ജക്ട് അണ്ടർഗോൺ റെസൊണൻസ് വിൽ ഇൻക്രീസ്. അപ്പോൾ നന്നായി പഠിക്കാതെ അവസാന നിമിഷമൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയ കുട്ടി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫുള്ള് വായിക്കാൻ പോലും നിൽക്കത്തില്ല. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, റെസൊണൻസ് എന്ന വാക്ക് കണ്ടു, അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെന്റും റീസണും ശരിയെന്ന് പറയും. പക്ഷേ തെറ്റാണ്, അല്ലെ? സ്റ്റേറ്റ്മെന്റ് കറക്റ്റും റീസൺ ഇൻകറക്റ്റും ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ നമ്മുടെ ഉത്തരം. കാരണം നോട്ട് ഈക്വൽ അല്ല, ഈക്വൽ ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, റെസൊണൻസ് സംഭവിക്കുന്നത്. എങ്കിലും ഒരു സിമ്പിൾ ചോദ്യം എന്ന് തന്നെ നമുക്ക് ഇതിനെ കരുതാം. അടുത്ത ചോദ്യം, when passing through water droplet while forming rainbow light rays undergoes. നല്ലൊരു സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. അപ്പോൾ എന്താണ്, ഇൻക്രീസ് ഇൻ സ്പീഡ് ആണോ? അല്ല, സ്പീഡ് ഇൻക്രീസ് അല്ല, ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുമോ? തീർച്ചയായിട്ടും നടക്കും. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുമോ? പലർക്കും ഇത് ചിലപ്പോൾ നടക്കുമെന്ന് തോന്നും. പക്ഷേ അവിടെ നടക്കുന്നത് ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്, എന്തല്ല ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ല. നമ്മൾ ആ പടമൊക്കെ വരച്ച് പഠിപ്പിച്ചു തന്ന ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം ഒരു തവണ റിഫ്രാക്ട് ചെയ്യുന്നു, ഇവിടെ വെച്ച് ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു, വീണ്ടും വന്ന് റിഫ്രാക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എന്തില്ല, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ല, ഇന്റേണൽ റിഫ്ലക്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം കുറേ ലൈറ്റ് റേസ് ഇതുവഴി പോകുന്നുണ്ട്. ഓക്കെ, ഇത് അന്ന് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അടുത്ത് വരുന്ന റിഫ്രാക്ഷൻ ആണ്. അപ്പോൾ 2ഉം 4ഉം ആണ് ശരിയെന്ന് പറയുന്നത്. അപ്പോൾ 2ഉം 4ഉം ശരി വരുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ല സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. അത്യാവശ്യം കൺഫ്യൂഷൻ ഉണ്ടാക്കി പലരും ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാരണം ഈ ഉത്തരം തെറ്റിച്ചതായിട്ട് പരീക്ഷ കഴിഞ്ഞ സമയത്ത് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത നാലാമത്തെ ചോദ്യം, മാച്ച് ദ ഫോളോയിങ് ആണ്. ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിസം പെർമനന്റ് തന്നെയാണ്, പക്ഷേ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ABF ആണ് കറക്റ്റ് വരുന്നത്. അപ്പോൾ ABF എന്ന് പറയുന്നത് വരുന്ന ഒറ്റ ഓപ്ഷനേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ്, ഓപ്ഷൻ സി ആണെന്ന് ഇവിടെ ബാക്കി ഓപ്ഷൻ നോക്കാതെ തന്നെ പറയാം. കറണ്ട് ക്യാരിങ് സോളിനോയിഡിൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, പൊളാരിറ്റിയും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ DEC ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, എ ചൈൽഡ് സ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ 2 ലാർജ് ബിൽഡിംഗ്സ് claps and hear the echo for the first building, echo from the first building in 0.2 seconds and echo from the second building in 0.3 seconds. Speed of the sound in air is 340 meter per second. What is the condition to produce an echo? അപ്പോൾ ഇതിൻ്റെ ഒരു സിമിലർ ടൈപ്പ് ചോദ്യം നമ്മൾ മോഡൽ എക്സാമിന് കണ്ടിരുന്നു. പക്ഷേ അവിടെ ചോദിച്ചതിൽ നിന്ന് ഒരല്പ മാറ്റമാണ് ഇവിടെ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് സംഭവം,
കണ്ടീഷൻ ടു പ്രൊഡ്യൂസ് ആൻ എക്കോ. അപ്പോൾ എക്കോ പ്രൊഡ്യൂസ് ചെയ്യാൻ 2 കണ്ടീഷൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. അത് നിങ്ങൾ എല്ലാവരും എന്തായാലും ഈ പറയുന്ന 17 മീറ്ററിൻ്റെ കേസ് എഴുതിയിട്ടുണ്ടാകും. അതിനോടൊപ്പം തന്നെ എക്കോ കേൾക്കണമെങ്കിലുള്ള മറ്റൊരു കണ്ടീഷൻ എന്താണ്? 0.1 സെക്കൻഡിന് ശേഷം ആ സൗണ്ട് കേൾക്കണം, എങ്കിലേ അത് എക്കോ ആയിട്ട് മാറുള്ളൂ, അല്ലെങ്കിൽ റിവർബറേഷൻ ആകുമെന്നുള്ള പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 പോയിന്റ് എഴുതിയാൽ ഇവിടെ 1 മാർക്ക് കിട്ടും. 1ാമത്തെ പോയിന്റ് മാത്രം എഴുതിയാലും മിക്കവാറും മാർക്ക് ടീച്ചേഴ്സ് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഈ ഒരു ചോദ്യത്തിന്റെ പാറ്റേണിൽ ഈ ഒരു പോയിന്റിനും കൂടെ ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്ത് കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ബിൽഡിംഗ്സ്. 2 ബിൽഡിംഗ്സിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈം ബൈ 2 ആണ്, അല്ലെ? വെലോസിറ്റി ഇൻറ്റു ടൈം ബൈ 2 ആണ്. അപ്പോൾ 1ാമത്തെ ബിൽഡിങ്ങിന്റെ ഡിസ്റ്റൻസിന് d1 എന്ന് എടുക്കാം. അപ്പോൾ അടുത്ത വെലോസിറ്റിക്ക് മാറ്റമൊന്നുമില്ല, എത്ര തന്നെയാണ്? 340 ആണ്. ഇൻറ്റു ടൈം എന്ന് പറയുന്നത് എത്രയാണ്? അത് 0.2 സെക്കൻഡ്സ് ആണ്. ബൈ എന്താണ്? 2 ആണ്. അപ്പോൾ 0.2 എന്ന് വെച്ചാൽ 2/10. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് വരും? ഇൻറ്റു 2/10 എന്ന് വരും. അപ്പോൾ 2 ും 2 വെട്ടി 10ന്റെ 0 വെട്ടി നമുക്ക് 1ാമത്തെ ബിൽഡിങ്ങിന്റെ ദൂരം എന്ന് പറയുന്നത് 34 മീറ്റർ എന്ന് കിട്ടും. ഇതേപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 2ാമത്തെ ബിൽഡിങ്ങിന്റെ ദൂരം എന്ന് പറയുന്നത് നമുക്ക് 51 മീറ്ററും കിട്ടും. രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്കും ബി പാർട്ട് ചോദ്യത്തിന്റെ ഉത്തരമായി കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ബിൽഡിംഗ്സ് ആണ്. അപ്പോൾ രണ്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് രണ്ടും കൂടെ ഒന്ന് കൂട്ടിയിട്ട് 85 മീറ്റർ എന്ന് നിങ്ങൾ ഉത്തരം എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് കിട്ടും. പക്ഷെ 1 മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടേണ്ട, അത്രയും ചെയ്യേണ്ട ഒരു ചോദ്യമാണ് ഇത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, ഡ്രോ എ റേ ഡയഗ്രാം ഷോയിങ് ദ ഫോർമേഷൻ ഓഫ് എ വെർച്വൽ ഇമേജ് ബൈ എ കോൺവെക്സ് ലെൻസ്. ഇത് എല്ലാവർക്കും കിട്ടിക്കാണും അല്ലേ? കാരണം കോൺവെക്സ് ലെൻസിൽ വെർച്വൽ ഇമേജ് ഉണ്ടാകുന്ന ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ എന്ന് പറയുന്നത്. അത് നിങ്ങൾ എല്ലാവരും വരച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഒബ്ജക്റ്റ് ലൈറ്റ് റേസ് വരുന്നു, ഫോക്കസിൽ കൂടെ പോകുന്നു, ദൂരോട്ട് പോകുന്നു, ഡൈവേർ ചെയ്യുന്നു, പിറകിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇമേജ് കിട്ടുന്ന ആ ഒരു കണ്ടീഷനാണ് ഇവിടെ വരയ്ക്കേണ്ടത്. 7ാമത്തെ ചോദ്യം, ദ സൺ അപ്പിയേഴ്സ് റെഡ് ഓർ യെല്ലോ ഓർ ഓറഞ്ച് ഡ്യൂറിംഗ് സൺറൈസ് ആൻഡ് സൺസെറ്റ്, ബട്ട് നോർമലി ദ സ്കൈ അപ്പിയർ ഇൻ ബ്ലൂ കളർ. ഡിസ്ക്രൈബ് ആൻ എക്സ്പെരിമെന്റ് ദാറ്റ് ഷോസ് വാട്ട് വുഡ് ബി ഹെൽപ്ഫുൾ ഇൻ എക്സ്പ്ലെയിനിങ് ദ കോസ് ഓഫ് ദ ഫിനോമിനൻ. ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല അല്ലെ? എക്സ്പെരിമെന്റ് എഴുതാൻ ചോദിക്കത്തില്ല, എക്സ്പെരിമെന്റ് തന്നിട്ട് കണ്ടീഷൻ എഴുതാനെന്നാണ് എല്ലാവരും പ്രതീക്ഷ. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ തെറ്റിച്ചുകൊണ്ട് എക്സ്പെരിമെന്റ് എഴുതാനാണ് ചോദിച്ചത്. പലർക്കും ഓർമ്മയുണ്ടാകത്തില്ല, പക്ഷെ വരയ്ക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ എന്തൊക്കെയായിരുന്നു അല്ലേ? ഒരു ടോർച്ച് വരയ്ക്കണം, ഇവിടെ എന്തുവാണ്? വെള്ളമുണ്ട്, പിന്നെ ഇതിനകത്ത് എന്താണ് ആഡ് ചെയ്തതെന്നുള്ളതാണ് പറഞ്ഞു പോകുന്നത്. സോഡിയം തയോസൾഫേറ്റ് മിക്സ് ചെയ്യണം, അതുപോലെ അതിലേക്ക് HCl ഡ്രോപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കണം എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും? 2 മാർക്ക് കിട്ടും. പടമെങ്കിലും വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ 1 മാർക്ക് നിങ്ങൾക്ക് തരും എന്നാണ് വിശ്വസിക്കുന്നത്. അറിയാവുന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് പലർക്കും ഈ പറഞ്ഞ സോഡിയം തയോസൾഫേറ്റ് ഒക്കെ മറന്നുപോയി എന്ന് പറഞ്ഞു. എങ്കിലും പടമൊക്കെ വരച്ചു വെച്ചാൽ തന്നെ അവിടെ 1 മാർക്കെങ്കിലും കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാതെ ചോദ്യം കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അപ്പോൾ പലരും ഇതായിരിക്കും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? ഇൻ വിന്റർ പാത്ത് ഓഫ് ദ ലൈറ്റ് ത്രൂ ദ ഗ്യാപ്സ് ഓഫ് ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീസ് can be seen clearly due to scattering. By what name is the phenomenon known where the path of the light become visible in this manner? നമുക്കറിയാം ടിൻഡൽ ഇഫക്റ്റ് ആണ് ഇവിടെ ഉത്തരം എന്ന് പറയുന്നത്. ത്രൂ വാട്ട് ടൈപ്പ് ഓഫ് മീഡിയം ഡസ് ദ ലൈറ്റ് ട്രാവൽ വെൻ ദിസ് ഒക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കൊളോയിഡ് എന്നാണ് എഴുതേണ്ടത്, കൊളോയിഡ്. അപ്പോൾ ആ രണ്ടും കൂടി എഴുതി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 മാർക്ക് കിട്ടും. ടിൻഡൽ ഇഫക്റ്റ് മാത്രമാണ് എഴുതിയെങ്കിൽ 1/2 മാർക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. വാട്ട് ഡസ് ദ ഇന്റൻസിറ്റി ഓഫ് സ്കാറ്ററിംഗ് ഡിപ്പെൻസ് ഓൺ? അപ്പോൾ ഇന്റൻസിറ്റി ഓഫ് സ്കാറ്ററിംഗ് ഡിപ്പെൻസിൽ നമുക്ക് സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് എഴുതാൻ പറ്റും, അതുപോലെ തന്നെ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് എന്നുള്ളതും എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് പോയിന്റ് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് കിട്ടുന്നതായിരിക്കും. കൊളോയിഡ് ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്, ബാക്കിയൊക്കെ സിമ്പിൾ. ഓക്കെ, അടുത്ത 8ാമത്തെ ചോദ്യം, പലർക്കും ഇതും ഒരു ബുദ്ധിമുട്ടായിരുന്നു. എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഒന്ന്, നമ്മളിത് വരച്ചു പഠിച്ചില്ലെങ്കിൽ നമ്മളിത് കണ്ടുപഠിച്ചാണ്, പക്ഷെ വരച്ചു പഠിച്ചില്ല. വരച്ചു പഠിക്കാത്തതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ബി പാർട്ടിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവുകയും. ഓക്കെ, വാട്ട് ഇസ് ദ പാർട്ട് മാർക്ക്ഡ് as X റെപ്രസെന്റ് ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ X എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെയിൻ സ്വിച്ച് ആണ്. അത് എഴുതിയ കുട്ടിക്ക് ഇവിടെ 1 മാർക്ക് കിട്ടും. 2ാമത് ചോദിച്ചിട്ടുള്ളത്, ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ ബ്രാഞ്ച് സർക്യൂട്ട് വിച്ച് ഇൻക്ലൂഡ് 1 3-pin സോക്കറ്റ് വിത്ത് സ്വിച്ച്. ഇവിടെയാണ് എല്ലാവർക്കും തെറ്റിയത്. അപ്പോൾ ഇവിടെ ചോദ്യം ഇട്ട ആൾ ഉദ്ദേശിക്കുന്നത് ഒരു 3-pin സോക്കറ്റിനെ പറ്റിയുള്ള ബേസിക് വിവരം കുട്ടിക്കുണ്ടോ എന്നറിയാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിവിടെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒരു 3-pin എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മെയിൻ പിൻ ഉണ്ടെന്നും ഇവിടെ ഒരു ഫേസ് പിന്നും ഒരു ന്യൂട്രൽ പിന്നും ഉണ്ടെന്നും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത് വരച്ചിട്ട് ഇത് എർത്ത് ആണെന്ന് മാർക്ക് ചെയ്ത് ഒന്ന് ഫേസ് ആണെന്നും ഒന്ന് ന്യൂട്രൽ ആണെന്നൊക്കെ ഒന്ന് മാർക്ക് ചെയ്താൽ തന്നെ അവിടെ ഒരു 1/2 മാർക്ക് കിട്ടും. കാരണം അത് 1 മാർക്കേ ഉള്ളൂ ചോദ്യത്തിന്. ഇനി കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ഉത്തരവെങ്കിൽ ഇപ്പോൾ ഫേസ് ലൈൻ കണ്ടോ, ഫേസ് ലൈനിൽ നിന്ന് ഒരു സ്വിച്ച് വേണം. സ്വിച്ചിൽ നിന്ന് ഈ പറയുന്ന ഫേസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഈ പറയുന്ന എർത്ത് ലൈൻ ഉണ്ടാകും. എർത്ത് ലൈൻ കണ്ടോ, ഈ എർത്ത് ലൈൻ വന്ന് ഈ പറയുന്ന 3 ഫേസ് കണക്ട് ചെയ്തിട്ടുണ്ടാകും. ന്യൂട്രൽ ലൈൻ വന്ന് ന്യൂട്രലിൽ കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഇത് കൃത്യമായി വരച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക്. കൃത്യമായിട്ട് ഇത് വരയ്ക്കാതെ ഒരു 3-pin എങ്കിലും വരച്ച് അതിൻ്റെ പിന്നെ ഏതൊക്കെയെന്നെങ്കിലും ഒന്ന് എഴുതി 3 പിന്നിൽ ഇതൊന്ന് വലുതാക്കിയൊക്കെ വരച്ചാൽ ഒരു 1/2 മാർക്ക്
ഇവിടെ കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അരമാർക്ക് കിട്ടിയാലും മതി, നമുക്ക് അവസാനം റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ അര ഒന്നായിട്ടൊക്കെ പോകും. സോ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു അരമാർക്ക് കിട്ടും. പക്ഷേ ഇത് പലർക്കും ഒരു ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യം ആയിരുന്നു. ഇവിടെയും 3 പിൻ എല്ലാവരും പഠിച്ചിട്ട് പോയി, പക്ഷേ സർക്യൂട്ട് വരയ്ക്കാൻ ചോദിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. അതൊരു പാടാണ്. അടുത്ത 9ാമത്തെ ചോദ്യം, എ ലോഡ് ഓഫ് 20,000 ന്യൂട്ടൺ തന്നുകൊണ്ട് പിന്നെ ബാക്കി കൺഫ്യൂഷൻ ഒന്നും വന്നില്ല. ഈസ് ലിഫ്റ്റഡ് വിത്ത് എ വീൽ ആൻഡ് ആക്സിൽ സിസ്റ്റം ദാറ്റ് ഹാസ് എ വീൽ ഓഫ് റേഡിയസ് 50 സെന്റിമീറ്റർ ആൻഡ് ആക്സിൽ 10 സെന്റിമീറ്റർ. അപ്പോൾ രണ്ടിൻ്റെ യൂണിറ്റ് സെയിം ആണ്. അപ്പോൾ യൂണിറ്റിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇവിടെ വരത്തിയില്ല. കാൽക്കുലേറ്റ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദ വീൽ ആൻഡ് ആക്സിൽ. പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു, ഫോർമുല പറന്നുപോയെങ്കിലും വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ എന്ന് എടുക്കുക. അപ്പോൾ 50 ബൈ എന്താണ്, 50 ബൈ 10 എടുക്കുമ്പോഴത്തേക്കും 5 ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് അവിടെ കിട്ടും. ഫോർമുല എഴുതി കറക്റ്റ് ഉത്തരം എഴുതുമ്പോൾ അവിടെ ഒരു മാർക്ക് കിട്ടും സിമ്പിളായിട്ട്. അടുത്ത്, വാട്ട് ഷുഡ് എ വീൽ ആൻഡ് ആക്സിൽ ബി, ഹൗ ഷുഡ് എ വീൽ ആൻഡ് ആക്സിൽ ബി ഡിസൈൻഡ് ടു ഒബ്റ്റെയിൻ ഇൻക്രീസ്ഡ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. കണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ചൊരു കുട്ടിക്ക് എഴുതാൻ പറ്റുള്ളൂ. ചുമ്മാ ഫോർമുല മാത്രം പഠിച്ച ഒരാൾക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്, എങ്ങനെ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂട്ടാം. എങ്ങനെ കൂട്ടാം? മുകളിലത്തെ സംഖ്യയുടെ വാല്യൂ കൂട്ടുക, അതായത് വീലിൻ്റെ റേഡിയസ് കൂട്ടുക, ആക്സിലിൻ്റെ റേഡിയസ് കുറയ്ക്കുക. അതാണ് ഉത്തരം. വീലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് കൂട്ടുക, ആക്സിലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, കുറയ്ക്കുക എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും, ഒരു മാർക്ക് കിട്ടും. അപ്പോൾ പഠിപ്പിച്ചപ്പോൾ മുകളിലത്തെ സംഖ്യ താഴത്തെ സംഖ്യ എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് പഠിപ്പിച്ചത്. അത് ഓർമ്മയുണ്ടാകും, നിങ്ങളത് എഴുതിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് എന്നാലും ഒരു സാധാരണ ഒരു ആവറേജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ഉത്തരം കിട്ടാതിരിക്കാം. ഇതൊക്കെ വെച്ചിട്ടാണ് ഇതൊരു ചെറിയ പാടുള്ളൊരു ചോദ്യ പേപ്പർ നമുക്ക് വേണമെങ്കിൽ കരുതാവുന്നത്. 10ാമത്തെ ചോദ്യം, എ ഹീറ്റിംഗ് അപ്ലയൻസ് പ്രൊഡ്യൂസസ് 72 lakh ജൂൾ ഹീറ്റ് ഇൻ 2 hours. കാൽക്കുലേറ്റ് ദ എനർജി ചേഞ്ച് ഇൻ ദ ഹീറ്റിംഗ് അപ്ലയൻസ്. ഇത് എല്ലാവർക്കും എഴുതാൻ പറ്റും. ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് എന്തായിട്ടാണ് മാറുന്നത്, ഹീറ്റ് എനർജി ആയിട്ടാണ് മാറുന്നത്. ഹീറ്റിംഗ് അപ്ലയൻസിൽ പവറാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് ഹീറ്റും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. ടൈമിൻ്റെ യൂണിറ്റ് അവറാണ്, അതിന് എന്തിലോട്ട് മാറ്റണം, സെക്കൻഡിലോട്ട് മാറ്റണം. കാരണം ഇവിടെ യൂണിറ്റ് ജൂളിലല്ലേ. അപ്പോൾ അത് പലരും തെറ്റിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പലപ്പോഴും നമുക്ക് ഈ ചോദ്യങ്ങളിൽ ടൈം എപ്പോഴും ഇങ്ങനെ അവർ തരുന്നതുകൊണ്ട് അത് ഓർമ്മയുണ്ടാകും. അപ്പോൾ 2 ഇൻറ്റു എത്രയാണ്, 3600 എന്ന് വരും അല്ലേ. അപ്പോൾ 72,000 അല്ലെങ്കിൽ 7200 സെക്കൻഡ് എന്ന് കിട്ടും. ഇനി പവർ കണ്ടുപിടിക്കാനാണ്. പവർ ഈസ് ഈക്വൽ ടു എന്താണ്, ഹീറ്റ് ബൈ ടൈം എന്നതാണ് നമ്മുടെ ഫോർമുല. പവർ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നിരുന്നു. സോ ഈ സംഖ്യ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1000 വാട്ട് എന്ന ഉത്തരം കിട്ടും. എത്ര കിട്ടും, 1000 വാട്ട് എന്ന ഉത്തരം കിട്ടും. 7200 ബൈ 72 വെട്ടി പോകുമ്പോൾ ഒരു 2 0 വെട്ടി പോകുമ്പോൾ പിന്നെ 1000 വാട്ട് എന്ന് നമുക്കിവിടെ ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിൾ ചോദ്യം. ഓരോ ചോദ്യത്തിനേക്കാൾ ഇത് തന്നെയാണ് എളുപ്പം തോന്നുന്നത്. അടുത്ത, an electric grinder with a power of 400 watt is working. വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ഇൻ ദ എക്യുപ്മെൻറ്റ്. അപ്പോൾ ഗ്രൈൻഡർ ആണ്. അവിടെ നമ്മളത് പഠിച്ചതാണ്. ടേബിൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ടേബിളൊക്കെ ഫില്ല് ചെയ്ത് പഠിക്കുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ടാണ് മാറുന്നത്, മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് അവിടെ മാറുന്നത്. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ബൈ ദ ഗ്രൈൻഡർ ഇൻ 1 minute. വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞിട്ട് എന്താണ്, അത് പവർ ഇൻറ്റു ടൈമാണ്. ഇവിടെ ഉപയോഗിക്കേണ്ട ഫോർമുല അതാണ്. പവർ വന്നിട്ടുണ്ട് 400 ആണ്. ടൈം എന്ന് പറഞ്ഞാൽ 1 minute. 1 minute എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 × 60 സെക്കൻഡ്. അതായത് എത്ര, 60 സെക്കൻഡ്. അപ്പോൾ 6 × 24, അപ്പോൾ 24,000 ജൂൾ എന്ന് കിട്ടും, അല്ലെ 24,000 ജൂൾ എന്ന് കിട്ടും. ഒരു സിമ്പിൾ ചോദ്യമാണ്. ഇതൊക്കെ സാധാരണ ഏതൊരു കുട്ടിക്ക് എഴുതാൻ പറ്റും. 11ാമത്തെ ചോദ്യം വളരെ ഈസി ആയൊരു ചോദ്യമാണ്. ഇടത്തെ കൈയാണ്. ഏത് ലോ എന്ന് വെച്ചാൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. നിങ്ങൾക്കറിയാം, ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ നമ്മൾ തമ്പ്, 4 ഫിംഗർ, 3rd ഫിംഗർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നു. 4th ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കും. മിഡിൽ ഫിംഗർ അല്ലെങ്കിൽ 3rd ഫിംഗർ എന്ന് പറഞ്ഞ കറണ്ടിനെ കാണിച്ചാൽ തമ്പാണ് ഫോഴ്സിനെ കാണിക്കുന്നത് എന്നുള്ള കാര്യം എഴുതി വെച്ചാൽ അവിടെ സിമ്പിളായിട്ട് 2 മാർക്ക് കിട്ടും. ഇതെന്തായാലും പഠിക്കാതെ പോയിട്ടുണ്ടാവത്തില്ല, മാർക്ക് കിട്ടും. ഇതാ വന്നു കൺഫ്യൂഷൻ്റെ രാജകുമാരൻ അല്ലേ. സമയം ഒരുപാട് കളയിപ്പിച്ചൊരു ചോദ്യമാണിത്. എങ്കിലും ബേസിക്കലി എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമാണ്, പക്ഷെ സമയമാണ് നഷ്ടപ്പെടുത്തുന്നത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം നമുക്ക് നോർമലി നമ്മളെല്ലാവരും RGBYMC എന്നൊക്കെ പഠിച്ചുകൊണ്ട് പോയി അല്ലേ. ഇവിടെ തിരിച്ചിട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ തിരിച്ചിട്ടതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഉത്തരം എളുപ്പമാണ്. അപ്പോൾ ഇത് റെഡാണ്. അപ്പോൾ റെഡിന് ഓപ്പോസിറ്റ് വരുന്ന ഏതാണ്, ഗ്രീനാണ്. താഴെ വരുന്നത് ബ്ലൂ ആണ്. കാരണം ഇവിടെ മജന്തയാണ് അല്ലേ. അപ്പം റെഡിനും ബ്ലൂവിനും ഇടയിലാണ് മജന്ത. അപ്പോൾ റെഡാണ്, ഇവിടെ ബ്ലൂ ആണ്. അപ്പോൾ ഇവിടെ കിട്ടിയ കളർ എന്ന് പറഞ്ഞാൽ ഈ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇത് യെല്ലോ ആണ്. റെഡും ഗ്രീനും കൂടെ ചേർന്നിട്ട്, ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്നിട്ട് വന്ന സിയാൻ കളറാണ് എന്നുള്ളതും മനസ്സിലായി. ഓക്കെ, സിയാൻ കളറാണെന്നും ഇത് യെല്ലോ ആണെന്നും ഇത് ബ്ലൂ ആണെന്നും ഇത് ഗ്രീൻ ആണെന്നും ആദ്യമേ തന്നെ എഴുതി വെച്ചാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. എന്നാൽ പോലും ഇവിടെ ഒരു ചെറിയൊരു പണി വീണ്ടും വരുന്നുണ്ട് അല്ലേ. വിച്ച് കളർ ഈസ് ലേബിൾഡ് as A and D. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിയാൻ കളറാണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്, അത് സിയാൻ കളറാണ് അല്ലേ. എ എന്ന് പറഞ്ഞാൽ സിയാൻ കളർ അല്ലേ. എ അതെ സിയാനാണ്. അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഡി ആണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, അത് ബ്ലൂ കളർ. അതേതാണ്, ബ്ലൂ കളറുമാണ്. അടുത്ത ബി ചോദ്യം,
Among the colors A, B, C and D, identify the primary colors and write down the colors. അപ്പോൾ ഇതിൽ പ്രൈമറി കളർ ഏതൊക്കെയാണ്? പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിയും ഈ പറഞ്ഞ ഡിയും ആണ് പ്രൈമറി കളർ, അതായത് ഗ്രീനും ബ്ലൂ ആണ്. അല്ല, ഇനി റെഡ് കഴിഞ്ഞാൽ ഗ്രീനും ബ്ലൂ ആണ് പ്രൈമറി എന്ന് അറിയാവുന്ന ഒരു കുട്ടിക്ക് ഒന്ന് എടുത്ത് എഴുതാൻ പറ്റും. പക്ഷേ ബി ഗ്രീൻ ആണെന്നും ഡി ബ്ലൂ ആണെന്നും കൂടി ചേർത്ത് എഴുതുമ്പോഴേ അവിടെ ഒരു മാർക്ക് വീഴത്തുള്ളൂ. അടുത്ത് there is a complementary color pair among A, B, C and D. പിക്ക് ദം ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ. കണ്ടോ, ഇപ്പോൾ കോംപ്ലിമെൻ്ററി കളർ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തന്നിട്ടുള്ള പേരിൽ കോംപ്ലിമെൻ്ററി ഏതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് സമയനഷ്ടം ഉണ്ടാകും. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എ എന്ന് പറഞ്ഞാൽ സിയാനാണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീനാണ്. ഈ സി എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് യെല്ലോ ആണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ബ്ലൂ ആണ്. ഇതിലെ കോംപ്ലിമെൻ്ററി പേരാണ് കണ്ടുപിടിക്കേണ്ടത്. ഉറപ്പായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഈ പറഞ്ഞ കോംപ്ലിമെൻ്ററി പെയർ എന്ന് വെച്ചാൽ ബ്ലൂവും യെല്ലോയും ആണ്, അല്ലെ? ബ്ലൂവും യെല്ലോയും ഉള്ളതുകൊണ്ട് ഇവരാണ് കോംപ്ലിമെൻ്ററി പെയർ എന്ന് പറയുന്നത്, ബ്ലൂവും യെല്ലോയും. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മാർക്ക് കിട്ടും. പക്ഷേ ഇത് സമയം നമുക്ക് ഒരുപാട് കളയും. 13ാമത്തെ ചോദ്യം. ദ റെസിസ്റ്റൻസ് ഓഫ് എ ഹീറ്റിംഗ് കോയിൽ ഇൻ എ ഹീറ്റിംഗ് അപ്ലയൻസ് ഓപ്പറേറ്റിംഗ് അറ്റ് 200 watt ഈസ് 60 ohm. വിച്ച് അലോയ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഹീറ്റിംഗ് കോയിൽ ഓഫ് ഹീറ്റിംഗ് അപ്ലയൻസസ്? ഇത് സിമ്പിൾ ചോദ്യം, നിങ്ങളെല്ലാവരും നിക്രോം എഴുതിയിട്ടുണ്ടാകും. Calculate the amount of heat produced if electricity flows through this appliance for 5 minutes. അപ്പോൾ ഹീറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോർമുല എന്തായിരിക്കും? വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി ആണ്. വി സ്ക്വയർ എന്ന് വെച്ചാൽ 200ൻ്റെ സ്ക്വയർ ബൈ ആർ എന്ന് വെച്ചാൽ 60, ടി എന്ന് വെച്ചാൽ എത്ര? 5 മിനിറ്റ് ആണ്. അപ്പോൾ 5 × 60 300 സെക്കൻഡാണ് ഉത്തരം വരുന്നത്. നമുക്കവിടെ ഉത്തരം അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 20,000, വലിയൊരു സംഖ്യയാണ് വരുന്നത്. എത്ര വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2, 1, 2, 3, 4, 5 ജൂൾ, ഇത്രയും വരും ഉത്തരം എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത സി, ഇഫ് അനദർ അപ്ലയൻസസ് വിത്ത് ദ റെസിസ്റ്റൻസ് ഓഫ് 60 ohm is operated at the same voltage for 5 minutes, will the amount of heat produced increases or decreases? കണ്ടോ, ഇതും നല്ലൊരു ചോദ്യമാണ്. ഇതും ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിച്ച അല്ലെങ്കിൽ കണ്ടന്റ് മനസ്സിലാക്കി പഠിച്ചൊരു കുട്ടിക്ക് കിട്ടുള്ളൂ. എങ്കിലും നമ്മളത് മോഡൽ ചോദ്യ പേപ്പറിൽ കണ്ടതാണ്. നമുക്കറിയാം H is equal to V square by R into T ആണ്. അപ്പോൾ ഹൈറ്റും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് മാത്രം. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുറയുകയാണ്. അപ്പോൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാകും എന്ന് എഴുതുന്ന കുട്ടിക്ക് ഇവിടെ ഒരു മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത 14ാമത്തെ ചോദ്യം. വിച്ച് വൺ ഹാസ് എ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെസ് ദാൻ 1? നമുക്കറിയാം തേർഡ് ഓർഡർ ലിവർ ആയിട്ടുള്ള ടോങ്സ് ആണ് കറക്റ്റ് ഉത്തരം. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലിവേഴ്സ്. പ്രിൻസിപ്പിൾ ഓഫ് ലിവർ പറഞ്ഞാൽ എന്താണ്? ലോഡ് ഇൻറ്റു ലോഡാം എന്ന് പറയുന്നത് എന്താണ്? എഫേർട്ട് ഇൻറ്റു എഫേർട്ടാമാണ്. ഇതൊരു സിമ്പിൾ ചോദ്യം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. The mechanical advantage of a lever is 2. If the length of the effort arm is 1 meter, calculate the length of the load arm. ഇതും സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് തന്നിട്ടുണ്ട് 2 ആണ്. ഇതെന്താണ്? എഫേർട്ട് ആം ബൈ ലോഡ് ആം ആണ്. എഫേർട്ട് ആം 1 ആണ്, ലോഡ് ആം ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1/2 എന്ന് വരും, അല്ലെങ്കിൽ 0.5 മീറ്റർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ലോഡ് ആം എന്ന് പറയുന്നത് കിട്ടും. അടുത്ത് ക്രോബാറിൻ്റെ ആണ് ബി പാർട്ട്. അത് എഴുതാത്തവർക്ക് ഇതിനേക്കാളും തൊട്ട് മുന്നത്തെ ചോദ്യമായിരിക്കും കുറച്ചുകൂടി ഈസി എന്ന് തോന്നുന്നു. What do you mean by a lever? A lever is a rigid rod that can turn freely in a point that is known as fulcrum എന്ന് എഴുതിയ ഒരു മാർക്ക് കിട്ടും. എഫർട്ട്, ലോഡ്, ഫൾക്രം. സ്റ്റേറ്റ് വിച്ച് വൺ കംസ് ഇൻ ദ മിഡിൽ ഫോർ സെക്കൻഡ് ഓർഡർ ലിവർ ആൻഡ് തേർഡ് ഓർഡർ ലിവർ. ഇത് സിമ്പിൾ ചോദ്യം അല്ലേ? സെക്കൻഡ് ഓർഡർ ലിവറിനകത്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ലോഡ് ആയിരിക്കും നടുക്ക് വരുന്നത്. തേർഡ് ഓർഡർ ലിവറിലാണെങ്കിൽ എന്തായിരിക്കും? എഫർട്ട് ആയിരിക്കും നടുക്ക് വരുന്നത്. അത് എഴുതി അവിടെ മാർക്ക് കിട്ടും. അടുത്ത മീറ്റർ സ്കെയിൽ is suspended in an equilibrium position if a weight of 20 gram weight is suspended at a distance of 25 centimeter from the balance point. അതായത് ഒരു സ്കെയിൽ ഉണ്ടായിരുന്നു, ആ സ്കെയിലിന് ഒരു ബാലൻസ് പോയിന്റ് ഉണ്ട്. അവിടുന്ന് 25 സെന്റിമീറ്റർ ദൂരത്തിൽ 60 ഗ്രാം വെയിറ്റ് നമ്മൾ എന്ത് ചെയ്തു ഇട്ടിട്ടുണ്ടെങ്കിൽ 30 സെന്റിമീറ്റർ ദൂരത്തിൽ എത്ര വെയിറ്റ് ഇട്ടാലായിരിക്കും ബാലൻസ് ചെയ്യുന്നത്? ലോഡ് ഇൻറ്റു ലോഡ് ആം ഇസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആമാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ലോഡ് എത്രയാണ്? 60 ഇൻറ്റു ലോഡ് ആം എത്രയാണ്? 25 ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു എക്സ് ആണ് വരുന്നത്. അപ്പോൾ എക്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ബൈ 30 എന്ന് വരും. നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും 50 ഗ്രാം വെയിറ്റ് നമുക്ക് ഉത്തരം കിട്ടും. എത്ര കിട്ടും? 50 ഗ്രാം വെയിറ്റ്. സോ അതൊരു സിമ്പിൾ ചോദ്യം. അടുത്ത 15ാമത്തെ ചോദ്യം. ഒബ്സർവ് ദ ഫിഗർ ഓഫ് ദ കറണ്ട് ക്യാരിങ് സോളിനോയിഡ്. അപ്പോൾ ഇതൊരു സോളിനോയിഡ് ആണ്, കറണ്ട് ക്യാരിങ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ എ സോളിനോയിഡ്? സോളിനോയിഡ് ഈസ് എൻ ഇൻസുലേറ്റഡ് വയർ വൗണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഹെലിക്സ് അല്ലെങ്കിൽ സ്പ്രിംഗ് അല്ലെങ്കിൽ സിലിണ്ടർ എന്നൊക്കെ പറയാം. ദ എൻഡ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ വിൽ ഓൾവേസ് ബി നോർത്ത് പോൾ. പോസിറ്റീവ് ടെർമിനലിലുള്ളത് എപ്പോഴും നോർത്ത് പോൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ജസ്റ്റിഫൈ യുവർ ആൻസർ. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? അല്ല. നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്യുകയാണ് കറണ്ട് എങ്കിൽ അത് സൗത്ത് പോൾ ആയിരിക്കും. ആന്റി ക്ലോക്ക് വൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് നോർത്ത് പോൾ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിഫിക്കേഷനായി ഒരു മാർക്ക് കിട്ടും. റൈറ്റ് 2 ways to increase the strength of the magnetic field. എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുക,
സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്യുക, ആ പോയിന്റൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും, ക്രോസ് സെക്ഷൻ ഏരിയ കൂട്ടുക, ഇത് എന്ത് എഴുതി വെച്ചാലും 3 എണ്ണമെങ്കിലും മിനിമം 4 എണ്ണമെങ്കിലും എഴുതി വെച്ചാലും 1 മാർക്ക് അവിടെ കിട്ടും, 3 എഴുതിയാലും കിട്ടും. 16ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് എ മെക്കാനിക്കൽ വേവ് ഇസ് ദിസ്? കംപ്രഷനും റയർഫ്രാക്ഷനും ആണ്. അപ്പോൾ എന്താണ് അത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. സി എന്ന് വെച്ചാൽ കംപ്രഷൻ, ആർ എന്ന് വെച്ചാൽ അത് റയർഫ്രാക്ഷൻ ആണ്. എഴുതി വെച്ചാൽ അവിടെ 1 മാർക്ക് കിട്ടും. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ ഈ 0.1 മീറ്റർ. അപ്പോൾ വേവ് ലെങ്ത് ആണ് തന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. 0.01 മീറ്റർ ആണ്. വേവ് ട്രാവൽ ചെയ്ത വെലോസിറ്റി വന്നിട്ടുണ്ട് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് മനുഷ്യന് കേൾക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. സോ നല്ലൊരു ചോദ്യമാണ് ഇത്. 2 ടോപ്പിക്കുകൾ ഒരുമിച്ചാക്കി. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയാം. ബി ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ലാംഡ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എന്തായിരിക്കും? ലാംഡ ബൈ വി ആയിരിക്കും. ലാംഡ ബൈ വി ബൈ ലാംഡ ആയിരിക്കും അല്ലേ? അപ്പോൾ എത്രയായിരിക്കും? 350 ബൈ 0.01 ആയിരിക്കും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 350 ബൈ 0.01 ആണ്. 0.01 എന്ന് വെച്ചാൽ എന്താണ്? 1/100 ആണ്. അപ്പോൾ 2 0 മുകളിൽ പോകും. സോ ഇത്രയും ഹെഡ്സ് ആണ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇത്രയും ഹെഡ്സ് ആയിരിക്കും നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇത് മനുഷ്യന് കേൾക്കാൻ പറ്റുമോ? ഇത് 20,000-നെക്കാളും കൂടുതലാണോ? അതെ, ഇത് 35,000 ആണ്. അപ്പോൾ 25 നമുക്കറിയാം. ഓഡിബിൾ റേഞ്ച് എന്ന് വെച്ചാൽ 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ് ആണ്. സോ ദിസ് സൗണ്ട് ഹാസ് എ ഫ്രീക്വൻസി ഓഫ് മോർ ദാൻ 20,000 ഹെഡ്. സോ ഹ്യൂമൻസ് കനോട്ട് ബി ഓഡിബിൾ. നമുക്കത് കേൾക്കാൻ പറ്റത്തില്ല എന്ന് മൊത്തം എഴുതി കഴിഞ്ഞാൽ ഇവിടെ 1 മാർക്ക് കിട്ടുമെന്നാണ്. സോ ചോദ്യം ചെയ്യാൻ കുറേ കൊണ്ട് മാർക്ക് പക്ഷേ കുറച്ചേ ഉള്ളൂ. എന്നാലും ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം കണ്ടപ്പോഴത്തേക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്യണമെന്നുള്ളൊരു കാര്യം ചിലപ്പോൾ പല കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ട് ഇതൊരു പാടുള്ള ചോദ്യം നമുക്ക് വേണമെങ്കിൽ പറയാം. 17ാമത്തെ ചോദ്യം, ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 20 സെന്റിമീറ്റർ away from a convex lens with a focal length of 10 സെന്റിമീറ്റർ. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ ലെൻസ്. വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. 1/f is equal to 1/v minus 1/u വെച്ച് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉറപ്പായിട്ടും കിട്ടും. അല്ല, ഇവിടെ തന്നിട്ടുള്ള എന്താണ്? ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 20 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 20 സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആണ് വന്നിട്ടുള്ളത്. മൈനസ് ഇട്ടാൽ മറക്കണ്ട, -20 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഫോക്കൽ ലെങ്ത് എഴുതുമ്പോൾ ഏത് ലെൻസ് ആണെന്ന് നോക്കണം. കോൺകേവ് ലെൻസ് ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മൈനസ് ആണ്. -10 സെന്റിമീറ്റർ ആണ്. കോൺകേവ് എന്ന് വെച്ചാൽ മനസ്സിലാവുമല്ലോ, ഇങ്ങനെ ഇരിക്കുന്ന ലെൻസ്. ഓക്കെ, അടുത്ത ഡിസ്റ്റൻസ് ആണ്, വി ആണ് കണ്ടുപിടിക്കേണ്ടത്. 1/f is equal to 1/v minus 1/u ചെയ്താൽ മതി. ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉത്തരം എന്ന് പറഞ്ഞാൽ -6.67 സെന്റിമീറ്റർ എന്ന് കിട്ടും. നമ്മൾ ഒരുപാട് ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വെറുതെ വീഡിയോ ലെങ്ത് കൂട്ടണ്ട. അത് കഴിയുമ്പോൾ കിട്ടും. റൈറ്റ് ഡൗൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്. അപ്പോൾ കോൺകേവ് ലെൻസ് ആണ്. അപ്പോൾ എന്തായിരിക്കും? വെർച്വൽ ആയിരിക്കും. അത് ഇറക്റ്റ് ആയിരിക്കും. അതെന്തായിരിക്കും? ഡിമിനിഷ്ഡ് ആയിരിക്കും. ഇത് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. ചെയ്യാതെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് തരാൻ പാടില്ല എന്നാണ്. എങ്കിലും അങ്ങനെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ 1 മാർക്ക് കിട്ടും. ചോദ്യം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും. ചോദ്യം തെറ്റിപ്പോകത്തില്ല. നിങ്ങൾ ഈ കണ്ടന്റ് അത്രയും ഈ തന്നിട്ടുള്ള അത്രയും എടുത്ത് എഴുതി ഫോർമുല എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ നിങ്ങൾക്ക് ഒരു 1.5 മാർക്കോളം കിട്ടും. ഉത്തരത്തിന് 1/2 മാർക്കേ വരത്തുള്ളൂ. സൈൻ വല്ലതും മാറിപ്പോയെങ്കിൽ സാരമില്ല, 1/2 മാർക്കേ നഷ്ടപ്പെടുകയുള്ളൂ. ബാക്കി മാർക്ക് കൂടെ കിട്ടും. ഓക്കെ, അടുത്ത ബി പാർട്ട് ചോദ്യം. എ കോൺവെക്സ് ലെൻസ് ഫോംസ് എ വെർച്വൽ ഇമേജ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 7.5 സെന്റിമീറ്റർ. അപ്പോൾ കോൺവെക്സ് ലെൻസ് ആണ്, പക്ഷേ ഫോം ചെയ്ത വെർച്വൽ ഇമേജ് ആണ്. അപ്പോൾ വെർച്വൽ ഇമേജ് ആണെങ്കിൽ നമുക്കറിയാം പ്ലസ് ആണ് വരുന്നത്. മൈനസ് ആണ് വരുന്നത്. -7.5 സെന്റിമീറ്റർ ആണ് വി എന്ന് പറയുന്നത്. ഫോക്കൽ ലെങ്ത് ആണ്. ഏത് ലെൻസ് ആണ്? കോൺവെക്സ് ആണ്. അതുകൊണ്ട് അത് പോസിറ്റീവ് ആയിരിക്കും. 15 സെന്റിമീറ്റർ ആയിരിക്കും. ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലെൻസ് ആൻഡ് ദ ഒബ്ജക്റ്റ് യു കണ്ടുപിടിക്കണം. സെയിം ഫോർമുല, സെയിം പരിപാടി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് -5 സെന്റിമീറ്റർ എന്ന് കിട്ടും യു. ഓക്കെ, ഇനി ഇത്രയും എഴുതി വെച്ചിട്ട് 1/f is equal to 1/v minus 1/u ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉത്തരം തെറ്റിപ്പോയാലും 1/2 മാർക്കേ പോകത്തുള്ളൂ. 1.5 മാർക്കോടെ കിട്ടും. റൈറ്റ് എനി 2 ഇൻസ്റ്റൻസസ് വേറെ കോൺവെക്സ് ലെൻസ് ഈസ് യൂസ്ഡ് ഇൻ ദിസ് മാനർ. അപ്പോൾ കോൺവെക്സ് ലെൻസ് വെർച്വൽ ഇമേജ് തരുന്നത് മാഗ്നിഫയിങ് ഗ്ലാസ്സിലും മൈക്രോസ്കോപ്പിലുമാണ് നിങ്ങൾക്ക് അറിയാം. അത് രണ്ടും ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. എങ്കിലും ഇത് പെട്ടെന്ന് ഒരു കുട്ടിക്ക് കിട്ടുന്ന ഒരു ഉത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു പാടുള്ള ചോദ്യമായിട്ട് കണക്കാക്കണം. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. 2 സോളിനോയിഡ്സ് ആർ പ്ലേസ്ഡ് സൈഡ് ബൈ സൈഡ്. ഇത് പക്ഷേ കുറച്ച് ഡയറക്റ്റ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചോദ്യമായിരുന്നു. ബൾബ് ഇൻ ദ സെക്കൻഡ് സർക്യൂട്ട് ലൈറ്റ് അപ്പ് ഓൺലി അറ്റ് ദ മൊമെന്റ് വെൻ ദ സ്വിച്ച് ഇൻ ദ ഫസ്റ്റ് സർക്യൂട്ട് ഇസ് ടേൺഡ് ഓൺ ഓർ ഓഫ്. കാരണം ഇവിടെ DC ആണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യൂലേ. നമ്മൾ മോഡൽ ചോദ്യ പേപ്പറൊക്കെ ചെയ്തതാണ്. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ എപ്പോഴും നോക്കണം ഇവിടെ ഉള്ളത് AC ആണോ DC ആണോ എന്ന്. ബാറ്ററി DC ആണെങ്കിൽ ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കത്തില്ല. ബൾബ് കത്തിയിട്ട് അണയും. അതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. വൈ ഡസ് ദ ബൾബ് ഫെയിൽ ടു ഗ്ലോ കണ്ടിന്യൂസ്ലി വെൻ ദ സ്വിച്ച് റിമെയിൻസ് ഓൺ. എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് ദ പ്രൈമറി ഈസ് കണക്റ്റഡ് ഓർ ദ ഫസ്റ്റ് സർക്യൂട്ട് ഈസ് connected to a DC which cannot produce a varying magnetic field. So എന്ത് പറ്റും? കത്തത്തില്ല. ഓക്കെ, അവിടെ 1 മാർക്ക് കിട്ടും. അത്രയും എഴുതി വെക്കുമ്പോഴത്തേക്കും. അടുത്ത, വാട്ട് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ ഫസ്റ്റ് സർക്യൂട്ട് ഫോർ ദ ബൾബ് ഇൻ ദ സെക്കൻഡ് സർക്യൂട്ട് ടു ഗ്ലോ കണ്ടിന്യൂസ്ലി. എന്താണ്? റീപ്ലേസ് DC വിത്ത് an AC സോഴ്സ്. വാട്ട് ഈസ് ദ ഫിനോമിന ബൈ ദ, അത് മാത്രം എഴുതിയാൽ പോരെ. വാട്ട് ഈസ് ദ ഫിനോമിനൻ
ഫിനോമിന പേര് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യണം. വെൻ ടു കോയിൽസ് ആർ പ്ലേസ്ഡ് സൈഡ് ബൈ സൈഡ്, ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഓർ സ്ട്രെങ്ത് ഇൻ ദ പ്രൈമറി കോയിൽ ഇൻഡ്യൂസസ് ആൻ EMF ഇൻ ദ സെക്കൻഡറി കോയിൽ, ഇറ്റ്സ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. എഴുതി വെച്ചാൽ അവിടെ 2 മാർക്ക് കിട്ടും. അടുത്തൊരു സിമ്പിൾ ചോദ്യമാണ്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫസ്റ്റ് കോയിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറിയും സെക്കൻഡറിയും തന്നിട്ടുണ്ട്. അതുപോലെ സെക്കൻഡറി വോൾട്ടേജ് തന്നിട്ടുണ്ട്. പ്രൈമറി വോൾട്ടേജ് കണ്ടുപിടിക്കുകയാണ്. VS/VP = NS/NP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് VP എന്ന് പറയുന്നത് 200 വോൾട്ട് എന്ന് കിട്ടും. ഫോർമുല എഴുതി കണ്ടന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉത്തരം തെറ്റിയാലും അവിടെ നിങ്ങൾക്ക് 3/4 മാർക്കോളം തരും, അല്ലെങ്കിൽ 1 മാർക്ക് തന്നെ തരും. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡിവൈസ്? കണ്ടാൽ തന്നെ അറിയാം ഇതൊരു ട്രാൻസ്ഫോമർ ആണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വോൾട്ടേജ് പവർ ലോസ് ഇല്ലാതെ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും തന്നെ എഴുതണം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ വോൾട്ടേജ് ഓഫ് എ AC സർക്യൂട്ട് വിത്തൗട്ട് എനി ലോസ് ഇൻ പവർ. അടുത്ത്, വെൻ 20 വോൾട്ട് സപ്ലൈ ടു ദ പ്രൈമറി കോയിൽ ഓഫ് ദ, ഇതും ഇവിടെയും ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഓക്കെ, 20 വോൾട്ട് സപ്ലൈ ചെയ്തു പ്രൈമറി കോയിൽ. അപ്പോൾ വോൾട്ടേജ് ഇന്ന് പ്രൈമറിയാണ് 20. ഓക്കെ, പവർ ലോസ് ഇല്ല. ഓക്കെ, 100 വോൾട്ടാണ് സെക്കൻഡറി കിട്ടിയത്. വോൾട്ടേജ് സെക്കൻഡറി തന്നിട്ടുണ്ട്. 1 ആംപിയർ ഫ്ലോ ത്രൂ ദ സെക്കൻഡറി, അപ്പോൾ സെക്കൻഡറി കറണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ വോൾട്ടേജ് ഇൻ ദ പ്രൈമറി തന്നിട്ടുണ്ട് 20 വോൾട്ട്, വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി തന്നിട്ടുണ്ട് 100 വോൾട്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ഡൗൺ ആണെന്ന് മനസ്സിലായി. കറണ്ട് ഇൻ ദ സെക്കൻഡറിയും തന്നിട്ടുണ്ട് എത്രയാണ്? 1 ആംപിയർ. എങ്ങനെയാണ് കറണ്ട് ഇൻ ദ പ്രൈമറി കണ്ടുപിടിക്കണം? VS/VP = IP/IS ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും. IP എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? VS/VP ഇൻറ്റു എന്താണ്? IS ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 5 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, അത് കിട്ടുമ്പോൾ 1 മാർക്ക് കിട്ടി. അടുത്ത്, വാട്ട് ആർ ദ ഡിഫറൻസസ് ഇൻ ദ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് തിക്നെസ് ഓഫ് ദ വയർ ബിറ്റ്വീൻ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിൽ ഓഫ് ദ ഡിവൈസ് ഫോർ വിച്ച് യു ജസ്റ്റ് കാൽക്കുലേറ്റ് ദ കറണ്ട്? അപ്പോൾ ഇവിടെ ഇത് കണ്ടിട്ട് ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെന്നൊരു കുട്ടിക്ക് മനസ്സിലായാൽ മാത്രമേ ഇതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. സ്റ്റെപ്പ് ഡൗൺ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് പ്രൈമറിയിൽ ഉള്ളതിനേക്കാൾ എന്താണ്? കൂടുതലാണ് സെക്കൻഡറിയിൽ. അപ്പോഴല്ലേ സെസ്റ്റെപ്പ് ഡൗൺ ആവുള്ളൂ, അല്ലേ? അതെ, സെക്കൻഡറിയിൽ ടേൺസ് തിരിഞ്ഞു അല്ലേ? അപ്പോൾ എന്താണ്? വാട്ട് ആർ ദ ഡിഫറൻസസ് ദ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് തിക്നെസ് ഓഫ് ദ വയർ ബിറ്റ്വീൻ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി. അതെ, അത് തന്നെയാണ്. ഓക്കെ, എന്താണ്? പ്രൈമറിയിൽ നമുക്ക് 20 വോൾട്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി 20. അപ്പോൾ വോൾട്ടേജ് കൂടി. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ അല്ല, സ്റ്റെപ്പ് അപ്പാണ്. ഞാൻ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുന്നതാണ് തെറ്റിയത്. സ്റ്റെപ്പ് അപ്പാണ്, വോൾട്ടേജ് കൂടിയില്ലേ? സ്റ്റെപ്പ് അപ്പ് വോൾട്ട് ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറിയേക്കാൾ കൂടുതലായിരിക്കും നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി എന്ന് പറയുന്നത്. അതുപോലെ എന്തായിരിക്കും? അടുത്ത ചോദിച്ചത് തിക്നെസ് ആണ്. അപ്പോൾ തിക്നെസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇവിടെ തിക്നെസ് എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ പ്രൈമറി കൂടുതലും, അതുപോലെ തന്നെ തിക്നെസ് ഓഫ് ദ സെക്കൻഡറി എന്തായിരിക്കും? കുറവുമായിരിക്കും. അതവിടെ എഴുതാം. ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ മാറിപ്പോയി. സ്റ്റെപ്പ് അപ്പാണ്, ഞാൻ തിരിച്ചു പറഞ്ഞു. ഓക്കെ, പെട്ടെന്ന് നോക്കിയപ്പോൾ മാറിയതാണ്. അത് നോക്കിക്കോളാം. അപ്പോൾ അതും കൂടി കറക്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ മാറും. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എങ്ങനെയാണ്? എല്ലാ ചോദ്യത്തിലെയും ഒരു സി പാർട്ട് ചോദ്യം എന്ന് പറയുന്നത് പലപ്പോഴും കോൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ഇത് അതുകൊണ്ട് ഒരു സിമ്പിൾ ചോദ്യ പേപ്പറാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇത് അത്യാവശ്യം ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് ചോദ്യ പേപ്പറായിട്ട് കണക്കാക്കാനായിട്ട് പറ്റുള്ളൂ. സോ വാല്യുവേഷൻ കുറച്ച് ലിബറൽ ആയിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം അറിയാമല്ലോ, ഫിസിക്സ് ആണ്, എല്ലാവർക്കും നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. സോ ഒരുവിധം ലിബറൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുവിധമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു A+ ഒക്കെ കിട്ടാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റിൽ പറയുക. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കൊന്നും ഇല്ല. ഇനി അടുത്ത വർഷത്തെ ടോപ്പിക്ക് പറ്റുമോ എന്ന് നോക്കാം. പറ്റുവാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.